നമസ്കാരം. അപ്പോൾ വനിതാ തിയേറ്ററിൽ ചെന്നപ്പോൾ മമ്മൂക്കയെ ഹൃദയത്തോട് ചേർത്തൊരു പ്രേക്ഷകനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കാം. മമ്മൂക്കയുടെ ബസൂക്ക കട്ട വെയിറ്റിംഗിലാണോ? തീർച്ചയായിട്ടും കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ എന്ന് തന്നെ പറയാം. ലോകമെമ്പാടും ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ബസൂക്ക. അപ്പോൾ ബസൂക്ക എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന് വേണ്ടി ലോക പ്രേക്ഷകർ, മമ്മൂക്കയെ സ്വീകരിച്ച പ്രേക്ഷകർ മാത്രമല്ല, മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച എല്ലാ പ്രേക്ഷകരും കട്ട വെയിറ്റിംഗ് ആണെന്നാണ് ഈ ഒരു പ്രേക്ഷകൻ പറയുന്നത്. എന്ന ആ വേർഡും ആ വാക്കും ആ സിനിമയും, കാരണം ബസൂക്ക എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളാണ്. കാരണം യൂട്യൂബ് ചാനലാകട്ടെ, ഏത് ദൃശ്യമാധ്യമങ്ങളാകട്ടെ, എല്ലാത്തിലും ബസൂക്ക. ഇതാണ് ആളുകളുടെ ഇങ്ങനെ ഈ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രച്ചാരണം എന്ന് തന്നെ പറയാം. കാരണം ശരിക്കും മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വ്യത്യസ്തത നിറഞ്ഞൊരു കഥാപാത്രത്തെയാണ്. തീർച്ചയായിട്ടും ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിന്റെ നമ്മൾ സാമ്രാജ്യം പോലെയുള്ള ലുക്കിലുള്ള ഒരു സിനിമയാണ് ഇതില് കുറച്ചും കൂടെ മുടിയൊക്കെ വേറൊരു സ്റ്റൈലൊക്കെ ആയിട്ടാണ് നമ്മ ഒരു ടീസറിലാണെങ്കിലും ഏത് പിക്ചറിലാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറക്കും സ്വീകരിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം. മുക്കൻ എന്ത് പറയാനാ, പുതിയ തലമുറ പഴയ തലമുറ എന്നല്ല, അദ്ദേഹം എല്ലാ തലമുറകൾക്കും വേണ്ടിയുള്ള ഒരു ചേരുവയാണ് അദ്ദേഹത്തിന്റെ. ഈ കുറേ കാലങ്ങളിലായിട്ട് ഇപ്പോൾ ഈ കുറേ വർഷങ്ങളായിട്ട് ഇറങ്ങുന്ന സിനിമയൊക്കെ അത് തന്നെയാണ്. കാരണം അതൊരു പറയാനില്ല. കാരണം ചെറുപ്പക്കാരെന്നുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടം മമ്മൂക്ക എന്നുള്ളത് മമ്മൂട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. ചിലർ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പം മമ്മൂട്ടി ചേട്ടൻ എന്നുള്ള വാക്ക് ഇപ്പോൾ നമ്മൊരു ചിത്രത്തിലൂടെ കണ്ടാണ് എന്തോരം വൈറലായി എന്നുള്ളത്. കാരണം അത് തന്നെ ബസൂക്കനെ കുറിച്ച് എന്താ പറയുന്നത്. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഗൗതം വാസുദേവൻ എന്ന് പറഞ്ഞാൽ വേൾഡ്, കാരണം തമിഴ് ഇൻഡസ്ട്രിയിലെ അദ്ദേഹമാണെങ്കിലും അദ്ദേഹവും മലയാളത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്തത്. അതെ, ഈ അടുത്ത കാലത്തായിട്ട് ഒത്തിരി മലയാള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതെ അദ്ദേഹം ഏത് ഗൗതം വാസുദേവൻ എന്ന വ്യക്തിയെ കുറിച്ച് എന്താ മലയാള സിനിമയിൽ അദ്ദേഹം ഇപ്പൊ അഭിനയിച്ച സിനിമ അനുരാഗം ആണെങ്കിലും നമുക്ക് പറയാവുന്നത് പ്രേമത്തിന്റെ ഒരു ടച്ച് കൊടുക്കുന്ന, അദ്ദേഹം ആക്ഷനും പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളൊക്കെ നിർമ്മിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും മലയാളിക്ക് സ്വീകരിക്കാൻ പറ്റിയ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. തീർച്ചയായിട്ടും. കാരണം മമ്മൂക്കയോട് കൂടെ ചേർന്ന് ആരഭിനയിക്കുന്നോ അവർക്ക് പിന്നീടും മമ്മൂക്കയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയുള്ള ആകാംക്ഷയും അദ്ദേഹം ഒരുപാട് സംഭവം പറഞ്ഞു. 10 ചിത്രം പേര് എടുക്കുമെന്ന് അദ്ദേഹം നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കാണത്. അപ്പൊ പിന്നെ പറയണ്ട മമ്മൂക്കനെ കുറിച്ച് എന്താ പറയണ്ടത്. അദ്ദേഹത്തിന്റെ ഓരോ ചലനത്തിലും നോക്കിലും നാക്കിലും പെരുമാറ്റത്തിലും ഒക്കെ അദ്ദേഹം ആ കഥാപാത്രം ഉൾക്കൊണ്ട്, പിന്നെ ആ കഥാപാത്രം വിട്ടു പോകണമെങ്കിൽ ആ സിനിമ പാക്കപ്പ് പറയണം. അപ്പൊ എന്തായാലും ഒരു വമ്പ ഹിറ്റ് അടിക്കും. തീർച്ചയായിട്ടും. ഏതായാലും പ്രേക്ഷകർക്ക് ഒരു പുതിയൊരു മമ്മൂട്ടി ചേട്ടനെ അല്ലെങ്കിൽ മമ്മൂക്കയെ നമുക്ക് കാണാം. അപ്പോൾ പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും കട്ട വെയിറ്റിംഗ് ആണ് ബസൂക്ക.